ആദ്യമായി ഭരണത്തിലെത്തി കസേരയിൽ ഒന്ന് ഉറപ്പിച്ചിരുന്നില്ല. അപ്പോഴേക്കും വന്നു പ്രതിസന്ധി. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-യെക്കുറിച്ചാണ്. ആദ്യ തവണ കിട്ടിയ ഭരണത്തിന്റെ ആവേശത്തിൽ ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞാ മര്യാദകൾ മറന്നുപോയി. അതാണ് ഇപ്പോൾ പ്രശ്നമായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 20 BJP കൗൺസിലർമാർ വിവിധ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ കേരള ഹൈക്കോടതി അസാധുവാക്കി. സംഭവം കോർപ്പറേഷൻ ഭരണത്തെയോ കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പിനെയോ ഒന്നും ബാധിക്കില്ല. പക്ഷേ കാപ്പ കേസിൽ കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്ത സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം ഒരു വിധി വന്നതാണ് BJP നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ബലിദാനികളുടെ അടക്കം പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി അസാധുവാക്കിയത്. ഈ കൗൺസിലർമാരോട് 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നിർദ്ദേശം. തങ്ങൾ ചെയ്തതിൽ തെറ്റില്ല എന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോയത് എന്നുമായിരുന്നു BJP നേതൃത്വത്തിന്റെ വിശദീകരണം. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിൽ നിന്നും കൗൺസിലർമാരിൽ നിന്നും നേരത്തെ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ കൗൺസിലർമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് വിലയിരുത്തിയാണ് സത്യപ്രതിജ്ഞ അസാധുവാക്കിയത്. കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എങ്കിലും സത്യപ്രതിജ്ഞ അസാധുവായതോടെ ഇവർക്ക് കൗൺസിലർമാരായി തുടരണമെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. 4 ആഴ്ചത്തെ സമയമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143 പ്രകാരം മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ തങ്ങളുടെ ഓഫീസ് ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുൻപായി സത്യപ്രതിജ്ഞ 3-ാം ഷെഡ്യൂൾ പ്രകാരം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ഗുരുദേവ നാമത്തിൽ, ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ, ഭഗവത് നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ തുടങ്ങിയ രൂപങ്ങളിലാണ് എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഈ സത്യപ്രതിജ്ഞകൾ അസാധുവാണ് എന്ന കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിരുന്നു. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി V ജോയിയും SP ദീപക്കുമാണ് അന്നും പരാതി നൽകിയത്. R സുഗതൻ, കരമന അജിത്ത്, RC ബീന, P സരിത, ദീപ S നായർ തുടങ്ങിയ BJP അംഗങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബലിദാനികൾ അമരന്മാർ എന്ന് പറഞ്ഞാണ് വലിയവിള കൗൺസിലർ VG ഗിരികുമാർ പ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കുന്നുകുഴി കൗൺസിലർ A മേരി പുഷ്പവും കരുമം കൗൺസിലർ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ ചൊല്ലി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചു. ഗുരുദേവൻ, ശ്രീകണ്ഠേശ്വരം മഹാദേവൻ, ഇരുങ്കുളങ്ങര ദുർഗാ ഭഗവതി ദേവി, ഉദയന്നൂർ ദേവി തുടങ്ങിയ ദേവപ്രതിഷ്ഠകളുടെ പേരിലും കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ 20 പേരാണ് ഇനി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദൈവനാമത്തിലോ സഗൗരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. ദൈവം എന്ന പദത്തിന്റെ വിപുലീകരണം ചട്ടത്തിലില്ല. ഏത് ആചാരം പിന്തുടർന്നാലും എല്ലാവരും ഒരേ ദൈവത്തെയാണ് കാണുന്നത് എന്നും കോടതി പറയുന്നു. കൗൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ട് എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ കൗൺസിലർമാർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിശ്വാസം എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് എന്നും എന്നാൽ ഔദ്യോഗിക സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രയോഗിക്കാൻ പാടില്ല എന്നും ഹർജിക്കാരനായ SP ദീപക് പ്രതികരിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർ ഭരണഘടന അനുശാസിക്കുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ദൈവങ്ങളെ വലിച്ചിഴയ്ക്കുകയും
സത്യപ്രതിജ്ഞാ ചടങ്ങിന് വർഗീയമായ മുഖം നൽകുകയുമാണ് BJP അംഗങ്ങൾ ചെയ്തത്. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് തന്നെ അപമാനകരമാണ് എന്നും ദീപക് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ RSSന്റെ ഗണഗീതം ആലപിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ വർഗീയവൽക്കരണമാണ് കോടതി ഉത്തരവിലൂടെ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവർ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നും ഇക്കാര്യത്തിൽ മേയർ ഉചിതമായ തീരുമാനമെടുക്കണമെന്നുമാണ് SP ദീപകിന്റെ ആവശ്യം. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് വിവാദമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി അന്നത്തെ മേയർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കൗൺസിലർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും കളക്ടർ അത് നിരാകരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായതോടെ BJP അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതിനിടെ കാപ്പ കേസിൽ കൗൺസിലർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതോടെ കോർപ്പറേഷനിൽ BJP ഭരണ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ്. വാഴവട്ടുകോണം കൗൺസിലർ R. സുഗതന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്ന ഭരണസമിതി ആശങ്കയിലാണ്. തുടർച്ചയായി 3 മാസം 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ കൗൺസിലർ അയോഗ്യനാകും. കഴിഞ്ഞ 2 യോഗങ്ങളിലും സുഗതൻ പങ്കെടുത്തിരുന്നില്ല. 3 യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ 4ാം യോഗത്തിൽ അയോഗ്യനാക്കണമെന്നാണ് മുനിസിപ്പൽ ആക്ട്. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അപേക്ഷ നൽകാമെങ്കിലും ഇതുവരെ സുഗതൻ അവധി അപേക്ഷയും നൽകിയിട്ടില്ല. അതേസമയം BJP നേതൃത്വം ഇപ്പോഴും സുഗതനൊപ്പമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 അംഗ കൗൺസിലിൽ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് ഇപ്പോൾ BJP ഭരണം നടത്തുന്നത്. സുഗതനെ അയോഗ്യനാക്കിയാൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സ്ഥിതിയുമുണ്ട് ഇപ്പോൾ.